അതുകൊണ്ട് നാളെ മുതൽ നമ്മൾ ജോഗിങ്ങിന് ഇറങ്ങും. എടാ നാണമില്ലടാ നിങ്ങക്ക്. 4 പെണ്ണുങ്ങളെ കാണുമ്പോ മലക്കം പറയാൻ. തമ്പുരാട്ടിമാരെ അവയവ വ്യായാമത്തിനായിട്ട് ഇപ്പൊ ഇതിലൂടെ പാസ്സാവും. ഹലോ, എന്താണ് ശരിയാ? നിനക്കൊരു ഉത്തരവാദിത്തം ബോധമുണ്ടടാ. അവര് പോയി. കുഴപ്പമില്ലടാ, നമുക്ക് വണ്ടി ഉണ്ടല്ലോ, വണ്ടി പോവാലോ. അവന് ജെഫിൻ വന്നില്ലേ? അവനിപ്പോ വരോടാ. ഇതെന്ത് കോലാടാ, കോമാളി വേഷം. ഞാനവനോട് പറഞ്ഞ അവന്റെ നൈസാത്രേ വരേണ്ടതാണ്. പിടിച്ചിട്ടാനേ പടാ. എന്താണ് മുടിയില് എന്താടാ? എടാ നമ്മുടെ സൗന്ദര്യം നമ്മളെ തന്നെ വേണം സംരക്ഷിക്കാൻ. നീ നൈസാണ്ടാ. ഇത് നല്ല മഞ്ഞക്കോ കുറച്ച് ഓടിപ്പോയുള്ളൂ. അല്ലയോ മഹാനുഭാനു, താങ്കൾ ഇന്നലെ ഓടാൻ വിളിച്ചപ്പോൾ താങ്കളുടെ ശുനകനെ അയക്കാന്നല്ല പറഞ്ഞത്. എന്നിട്ടിപ്പോ എന്താണ് ഇവിടെ രാവിലെ വന്നിക്കണേ? അത് പിന്നെ നമ്മളെ ഫ്രണ്ട്സ് നമ്മളെന്നെ വേണല്ലോ. ഇല്ലേ അത് നോക്കണ്ട, നമുക്ക് അവരെ പോവാ. വണ്ടി വണ്ടി എടുക്കും. എന്ത് പറ്റി? ഞങ്ങൾ ഓടാൻ വന്നവരാ. ഇത് ഡ്രസ് കണ്ടിട്ടാണോ? അതെ, ഇവര് ഗാനമേള പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഇന്നലെ വന്നപ്പോ വൈകി. അപ്പൊ ആ ഡ്രസ്സിനെ ഇങ്ങോട്ട് പോകുന്നതാണ് അല്ലേടാ? അതെന്നാ തോന്നുന്നേ. പിന്നെ ഈ ഡ്രസ്സ് ഓൾറെഡി മുഷിഞ്ഞല്ലോ. ഒന്നും കൂടി ഓടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി മുഷിഞ്ഞിട്ട് അലക്കാലോ. നിങ്ങൾ കുടിക്കോളൂ. എടാ തെണ്ടികളെ, ആദ്യം തന്നെ കൊളാക്കിയാലോ ഓരോരോ കോമാളിത്തനം കാട്ടിക്കൊണ്ട്. ഒന്ന് ഓടോപ്പോ ഒരു മാന്യം വന്നേക്കുന്നു. കണ്ട സെയിം പിച്ച് മഞ്ഞ മഞ്ഞ. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടില്ല. പണ്ട് ചെയ്ത് വെച്ചാൽ അത്രയും പോകണ്ടാണ്. ഹായ് എടാ, ദേടാ എന്നെ കൈക്കി കാണിക്കണം. ഹായ് ഹായ്. ഇവളെന്താ വല്ല പഞ്ചായത്ത് ഇലക്ഷനിലും പങ്കെടുക്കാനുണ്ടോ? ഞാൻ ഇപ്പൊ വരാം. അവനോട്ടരുത്. എന്താ പേര്? തന്റെ പേരെന്താ? മനോഹരൻ എന്നാ ശരിക്കുള്ള പേര്. അച്ഛൻ്റെ ഓർമ്മക്കിട്ടാണ്. ഇയാളുടെ പേരെന്താ? ഞങ്ങളൊക്കെ മഞ്ജു എന്ന് വിളിക്കാറ്. ഞാൻ പോട്ടെ. എന്താ പ്രിയയുടെ പേര്? പ്രിയ. നല്ല പേര്. അല്ല, തനിക്ക് എങ്ങനെ എൻ്റെ പേര് മനസ്സിലായി? അത് പിന്നെ ഇപ്പൊ പ്രിയ അല്ലേ പറഞ്ഞത്? പ്രിയ സത്യമായിട്ടും എനിക്കറിയില്ല കേട്ടോ. പ്രിയ പറഞ്ഞപ്പോഴാണ് പ്രിയ എന്നാണ് പേരെന്ന് എനിക്ക് മനസ്സിലായത്.
അല്ല എന്ത് ചെയ്യുന്നു? നേഴ്സാ. ഓ നേഴ്സാണോ? ഐ റെസ്പെക്ട് നേഴ്സ്. ഓക്കെ താങ്ക്സ്. മനി ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ? ആ എനിക്കൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. അപ്പൊ ഇനി റീചാർജ് ചെയ്യാൻ അങ്ങോട്ട് വരാലോ. അതിനെന്താ? നമ്പർ തരാമോ? 9155. ഒരുപാട് നാളായിട്ടുള്ള സംശയം. നിങ്ങൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ചെറിയ ഉറുമ്പ് അടിക്കണ വേദന ഉണ്ടാവും എന്നല്ലേ പറയാറ്? എന്തുറുമ്പ? ആമസോൺ കാർഡുകളിലെ കട്ടുറുമ്പ? എനിക്കൊന്നും വേറെ പണിയിലൊന്ന് പോയോ. എനിക്കറിയാം, ഞാൻ വെറുതെ ചോദിച്ചാൽ ചെറിയൊരു ചുവന്നുറുമ്പ് ഓരോന്ന് ഇറങ്ങിക്കോളും. രാവിലെ ഓരോന്നും പറഞ്ഞു. ഓക്കെ പൈതപ്പഴി കാണാം. മൂഞ്ചിയല്ലേ? എന്താ അവിടെ ഒരു സ്വകാര്യം? അത് കോൾ അടിച്ചെന്ന് പറഞ്ഞാൽ ഫോണിൽ കോൾ അടിച്ചെന്ന് അച്ചായത്തി പണി തുടങ്ങി. അവളെ വിളിക്കുകയും വീട്ടിൽ പോകും. അതെ, പോകുമ്പോ ഇതിനെ കൂടെ കൊണ്ടുപോയിക്കോ. വന്നപ്പോ തൊട്ട് ഉറക്കാണ്. പൂത്ത് പോലെ ഉറങ്ങും മരപ്പെട്ടി സകലം മാനം വളഞ്ഞു. നീയേ ഇടി നീയെ നാണം കെടുത്താതെ എണീച്ച് വാടി. ഫുഡ് ഏത് സമയം ഫുഡ് ഉറക്കം ചിന്ത മാത്രമേ ഉള്ളൂ. അതിനാരും ഉറങ്ങി? ഞാൻ യോഗാസനത്തിലായിരുന്നു. യോഗാസനത്തിലെ പ്രധാന ആസനമായ ശവാസനത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരം അലിഞ്ഞു ചേരലായിരിക്കും അല്ലേ കൂർക്കം വലിയായിട്ട് പുറത്തോട്ട് വന്നത്? അത് കൂർക്കം വലിയല്ല മോളെ, അത് ഗാഠമായ ശ്വാസോച്ഛ്വാസമാണ്. അല്ലെങ്കിൽ യോഗാസനത്തിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിന്റെ വല്ല ബോധവും വേണ്ടേ? നീ വീട്ടിലേക്ക് വാ, നിന്റെ ആസനം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. അല്ല നാളെ വരില്ലേ ഇവരെല്ലാം വെച്ചുകൊണ്ട്? എന്തിനാ? പൂരത്തിന് എഴുന്നള്ളിക്കാനാ? കുറച്ച് പനമ്പട്ട വെട്ടി തരാനാ. അധികം വെട്ടല്ലേ? നീ എന്തിന്ന് ചളി അടിക്കാതെ ഇങ്ങ് പോന്നേ? തുടക്കം നമ്മള് പണി മാളിയെങ്കിലും ഒടുക്കൊന്നും ഷെയറായിട്ടുണ്ടല്ലേ? ആ നിങ്ങൾക്ക് അടിപൊളിയായി നമ്പറൊക്കെ കിട്ടി. എന്റേതാണ് ഇവിടെ പണിപാടിയിരിക്കുന്നത്. അതിനും വേണം മോനെ ഒരു കഴിവ്. പിന്നെ റിമിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുഖം കണ്ടാൽ ആരെ നമ്പർ ആയിരിക്കുക? കണ്ടോടെ നമ്പർ തരാൻ. നീ എന്താണ് എം സിറ്റുവേഷൻ അനുസരിച്ചുള്ള ചളി പറ. ഒരു പ്രാസം പറഞ്ഞാണ്. എന്നാ വേറൊരു കാര്യം പറയാം. അവളെ നൻപി നമ്പർ കൊടുത്തിട്ട് നീ ഊമ്പിനാൽ അവര് നൻപാ. അതെങ്ങനെയുണ്ട്? അതെ, നിനക്കൊക്കെ ഒന്ന് സംസാരിക്കാനെങ്കിലും പറ്റി. ഇവിടെ ഒരുത്തി വന്നപ്പോ തൊട്ട് ഉറക്കാണ്. വെറുതെ ഒരുങ്ങിക്കെട്ടി വന്ന മിച്ചം. എടാ ദിവസം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കലുണ്ട് ദാസാ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ നമുക്ക് തെറിക്കല്ലേ? ഓക്കെ, അപ്പോഴേ ഞാനൊന്ന് ഒറ്റയ്ക്ക് വരാം. നീ എന്ത് തേങ്ങെങ്കിലും കാണിക്കും. നമുക്ക് പോയാലോ? പക്ഷേ കള്ളൻ